Yo guys, welcome back to another brand new video. നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് യൂറോ യു എസ് ഡിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡിന്റെ ബ്രേക്ക് ഡൗണുമായിട്ടാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ട്രേഡിനെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം. അതുപോലെ എങ്ങനെയാണ് ഞാനൊരു ട്രേഡ് എടുക്കുന്നതിന്റെ മുന്നേ മൾട്ടി ടൈം ഫ്രെയിം അനലൈസ് ചെയ്യുന്നതിലൂടെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കാണിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഒരു വീക്ക്ലി ടൈം ഫ്രെയിം മുതൽ എന്ത് ചെയ്യണം, മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിന്റെ ഹയസ്റ്റ് പോയിന്റ് ഇതായിരുന്നു. ഓക്കെ, അതുപോലെ നമ്മളെ വീക്ക്ലി ടൈം ഫ്രെയിമിന്റെ ലോവസ്റ്റ് പോയിന്റ് നമ്മൾ റീസെന്റ് വീക്ക്ലിയിൽ ബ്രേക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഇതായിരുന്നു. അതുപോലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഓക്കെ, നമ്മളൊരു വീക്ക്ലി ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ലെവലാണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഇതാണ് നമ്മളെ വീക്ക്ലി ട്രേഡിംഗ് റേഞ്ച്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി ടൈം ഫ്രെയിമിലും ജസ്റ്റ് നോക്കണം. ഓക്കെ, സോ നമ്മൾ കറന്റ് വീക്ക്ലി ടൈം ഫ്രെയിമിന്റെ പ്രീമിയം ലെവലിലാണുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം നോക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഡെയിലിയിൽ ഏറ്റവും റീസെന്റ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് റീസെന്റ് മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചറാണ് ഡെയിലിയിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിവിടെ ഉണ്ടായിരുന്നു ആ ഒരു ലെവൽ ഓഫ് ഡിമാൻഡ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രോങ് പുഷ് മേലോട്ട് വന്നിട്ടുണ്ട്. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ട്രേഡിംഗ് റേഞ്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. സോ ഇതാണ് നമ്മളെ ലോ, അതുപോലെ ഇതാണ് നമ്മളെ ഹൈ. സോ മാർക്കറ്റ് കറന്റ് ട്രേഡിംഗ് റേഞ്ചിന്റെ ഡെയിലി ട്രേഡിംഗ് റേഞ്ചിന് പ്രീമിയം ലെവലിലാണ് മാർക്കറ്റ് കറന്റ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 4 ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. ഓക്കെ, 4 ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറി കാണാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് റീസെന്റ് മാർക്കറ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും അതുപോലെ ഒരു സ്ട്രക്ചർ ബ്രേക്കും തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സപ്ലൈ ലെവൽ, ഈ ഒരു എക്സ്ട്രീം സപ്ലൈ ലെവൽ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻ നടന്ന സമയത്ത് നമുക്കിവിടെ ഒരു സപ്ലൈയും കൂടി മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ സപ്ലൈ സോൺ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്കും അതുപോലെ ഒരു ലിക്വിഡിറ്റി ഗ്രാബും തന്ന് ഫോം ചെയ്ത ഒരു സപ്ലൈ സോൺ ആയിരുന്നു. പിന്നെ ആ സപ്ലൈ സോണിൽ തൊട്ടടുത്തായിട്ട് ഇൻഡ്യൂസ്മെന്റ് ഉണ്ടായിരുന്നു. സോ എന്തുകൊണ്ടും നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, സോ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് എന്ത് ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് 50 മിനിറ്റിൽ ഒരു ക്യാരക്ടർ ചേഞ്ച് മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ അവിടെ കാണാനായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് മൊമെന്റം ഷിഫ്റ്റ് തന്നു. അവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, മൊമെന്റം ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് അടുത്തൊരു സ്ട്രക്ചർ കൂടി ബ്രേക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നുണ്ടായിട്ടുള്ള ഒരു ലാസ്റ്റ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നത്തെ ലാസ്റ്റ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അപ്പോൾ നമ്മളെ റീസെന്റ് 50 മിനിറ്റിലെ സ്ട്രോങ് ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം മാർക്കറ്റ് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ ഷോർട്ട് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലണ്ടൻ ഓപ്പണിംഗിന്റെ ടൈം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വരെ ലണ്ടൻ ഓപ്പൺ ചെയ്യുന്നത് 1:30. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ ഷോർട്ട് നോക്കാം എന്നായിരുന്നു പ്ലാൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു റീജിയണും അതുപോലെ എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തു എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഈ സോൺ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ നിന്ന് ബിഹേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, സോ നമ്മൾ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോൺ ഇവിടെ ടാപ്പ് ചെയ്തു. ഓക്കെ, ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും ഒരു റിലേറ്റീവ്ലി ഈക്വൽ ഹൈസ് അല്ലാന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ആവും, ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാം. മാർക്കറ്റ് എന്ത് ചെയ്തു, ഈസി ആയിട്ട് ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. നമ്മൾ പ്ലാൻ പ്രകാരം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് മൊമെന്റം ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ മൊമെന്റം ഷിഫ്റ്റ് തരാൻ കാരണമായിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്
അതുപോലെ എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക്, രണ്ട് സോൺ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 1 മിനിറ്റിലെ ഈ ഒരു സ്മോൾ ഓർഡർ ബ്ലോക്ക് ആണ്. ഇവിടെ നിന്നാണ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തത്. പിന്നെ അതുപോലെ ഇതാണ് നമ്മളെ എക്സ്ട്രീം പോയിന്റ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു സോണ് 50 മിനിറ്റിലും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് സോണും നമുക്ക് 50 മിനിറ്റ് സോണിന്റെ ഇൻസൈഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ലോവർ ടൈം ഫ്രെയിമിലേക്ക് തന്നെ പോവാം. ഓക്കെ, സോ ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണിന്റെ ഇൻസൈഡിലായിരുന്നു. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ഷോർട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ഒബ്വിയസ്ലി ഈ ഒരു ഹൈൻ്റെ മേലായിരുന്നു കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ടാർഗറ്റ് ഈ ഒരു ലോ വരെ ആയിരുന്നു കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാം, മാർക്കറ്റ് എങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ അവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മളെ സോണിന്റെ തൊട്ടടുത്ത് വീണ്ടും എന്ത് ചെയ്തു, ഒരു ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഈ സോൺ ടാപ്പ് ചെയ്യും, നമുക്ക് ഈ ഒരു പോയിന്റ് ടാർഗറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്ലാന്. ഓക്കെ, സോ ലെറ്റ് സി എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ സോൺ എന്ത് ചെയ്തു, മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് സി നമുക്ക് എങ്ങനെയാണ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ട് ചെയ്തു, നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സോ ഇതായിരുന്നു നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്ന ട്രേഡ്. ഓക്കെ, സോ ഈ ഒരു ട്രേഡിന്റെ ബിഹൈൻഡ് ദ ലോജിക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. സോ നമുക്കിവിടെ ഒരു സപ്ലൈ ലെവൽ, ഹൈ ടൈം ഫ്രെയിമിൽ സപ്ലൈ ലെവൽ ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു. സോ ഹൈ ടൈം സപ്ലൈ എന്ന് ഉദ്ദേശിച്ചത് ഈ ഒരു 50 മിനിറ്റിലെ സപ്ലൈ ലെവലായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്നും കൂടി കാണിക്കാം, ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു സപ്ലൈ ലെവലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു. ഓക്കെ, അപ്പോൾ ആ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കാണാൻ പറ്റും ഒരു ബുള്ളിഷ് മാനറിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ആ ഒരു ലെവലിലേക്ക് വന്നത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാക്കി, ആ ലിക്വിഡിറ്റിയോട് കൂടിയിട്ട് ഗ്രാബ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, മൊമെന്റം ഷിഫ്റ്റ് വന്നു. ഓക്കെ, സോ മൊമെന്റം ഷിഫ്റ്റ് വന്ന സമയത്ത് നമുക്ക് രണ്ട് സപ്ലൈ സോൺസ് ഫോം ചെയ്തു. ഒന്ന് എക്സ്ട്രീം സപ്ലൈ, അതുപോലെ ഒരു മൈനർ സപ്ലൈ ലെവൽ ഇവിടെയും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ രണ്ട് സപ്ലൈ ലെവലും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് 50 മിനിറ്റ് സപ്ലൈ ലെവലിന്റെ ഇൻസൈഡിലായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സപ്ലൈ ലെവലിന്റെ ഓപ്പണിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി പ്ലേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മൈനർ സപ്ലൈയിൽ നമുക്ക് എന്ത് ചെയ്യാം, എൻട്രി പ്ലേസ് ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യാം, ഈ ഒരു ഹൈൻ്റെ മേലെ എന്തെങ്കിലും നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. അതുപോലെ ലോവർ ലെവൽസിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ട്രേഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു ട്രേഡിന്റെ ബിഹൈൻഡ് ദ ലോജിക്. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഫോം ഫില്ലപ്പ് ചെയ്താൽ മതി, നമ്മളെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.